എത്ര പെട്ടെന്നാണല്ലേ ഓരോന്നിങ്ങനെ മാറി മറിയണത്. ഇന്നലെ വരെ നമ്മൾ അയ്യോ ചൂടേ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാരാണ് ഇപ്പം തൊട്ട് അയ്യോ തണുപ്പേ എന്ന് പറയാനായിട്ട് തുടങ്ങി. എന്തോന്ന് മഴയാണ്, ഇരുട്ട വെളുക്ക മഴ തന്നെ. മഴയ്ക്കിങ്ങനെ തോരാനായിട്ട് അറിഞ്ഞേ കൂടെന്നാണ് തോന്നുന്നത്. അപ്പോൾ മഴയത്ത് രാവിലെ ഇങ്ങനെ നല്ല തണുപ്പത്ത് കുളിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. എനിക്കാണെങ്കിൽ ആ സമയത്ത് ഹീറ്റർ പോലും ഓണാക്കാൻ തോന്നില്ല. ആ നല്ല തണുപ്പത്ത് ഇങ്ങനെ തണുത്ത് വിറച്ച് കുളിച്ചിറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ, ഒരു ഭയങ്കര രസമാണിത്. ഇതുപോലെയാണ് നമ്മൾ ടൂറൊക്കെ പോകുമ്പോഴിങ്ങനെ മൂന്നാറും അവിടെ ഇവിടെയൊക്കെ പോകുന്ന സമയത്തും ബാക്കി ആരും ചിലപ്പോൾ കുളിക്കില്ല, ഞാനും ചേട്ടനൊക്കെ കുളിക്കും. അന്നേരം ആ ഹീറ്ററൊന്നും ഓണാക്കാണ്ട് ആ തണുത്ത വെള്ളത്തിൽ കുളിച്ചിറങ്ങുമ്പോൾ ചിലപ്പോൾ നമ്മളിങ്ങനെ ഐസായി പോയെന്നൊക്കെ തോന്നും, എന്നാലും ഭയങ്കര ഫീലാണത്. അപ്പോൾ ഈ തണുപ്പൊക്കെ ആസ്വദിച്ച് നിന്നപ്പോൾ നല്ലൊരു പണി കിട്ടി. തലേ ദിവസം അപ്പത്തിന് ആട്ടാനായിട്ട് അരി വെള്ളത്തിൽ ഇട്ട് വെച്ചിരിക്കുകയായിരുന്നു. രാത്രി ഞാനങ്ങ് മറന്നുപോയി അരി ആട്ടി വെക്കാനായിട്ട്. ഇടയ്ക്ക് കറണ്ടൊക്കെ പോയ സമയത്ത് പിന്നെ അതിന് ആ കാര്യമേ അങ്ങ് വിട്ടുപോയി. അപ്പം നമ്മളിനി അങ്ങനെ അരിയാട്ടി വെക്കാൻ മറന്നെന്ന് വെച്ചിട്ട് വലിയ ടെൻഷനൊന്നും അടിക്കേണ്ട. ഞാൻ രാവിലെ എഴുന്നേറ്റ ഉടനെ വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞിട്ട് നേരെ വന്ന് അരിയാട്ടാന്ന് വിചാരിച്ച്. അപ്പോഴാണ് ഗ്രീൻ പീസ് ആദ്യം ചമ്മന്തിക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്, പിന്നെ വിചാരിച്ച് വേണ്ട ഗ്രീൻ പീസ് കറി വെക്കാമെന്ന്. കുറേ ദിവസം കൊണ്ട് ഇപ്പോൾ ഗ്രീൻ പീസ് കറി തന്നെ. എല്ലാ ദിവസവും ഗ്രീൻ പീസ് ഒന്നും അല്ല കേട്ടോ, ഈ ഗ്രീൻ പീസ് കറി വെക്കണ ദിവസങ്ങളിലാണെന്നുകൊണ്ട് ഞാനിപ്പോൾ വീഡിയോ എടുക്കണത് തന്നെ. അങ്ങനെ ഗ്രീൻ പീസ് എന്ത് ചെയ്യുന്നത് വെച്ചാൽ നല്ല വെള്ളം വെട്ടി തിളപ്പിച്ച് നമ്മുടെ കാസറോളിനകത്ത് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ കുറേ പ്രാവശ്യം ഇതൊക്കെ കാണിച്ചത് തന്നെയാണ്. പിന്നെ ഇതാ രാവിലെയാണ് അരിയാട്ടി വെക്കുന്നത്. അപ്പോൾ സമയം ഇപ്പോൾ ഒരു 6 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ 5:45 ഒരു 5:30 മണി കഴിയുമ്പോൾ തന്നെ നേരം വെളുക്കും. അപ്പോൾ അരി ആട്ടി വെച്ചിട്ട് അരിയും അതുപോലെ തന്നെ ഒരു തേങ്ങ തിരുവി എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തന്നെ തേങ്ങ വെള്ളം ഒഴിച്ചാണ് അരി ആട്ടിയത്. പിന്നെ ഞാൻ അരി ആട്ടാൻ സമയത്ത് വെള്ളം ഒന്ന് ചൂടാക്കിയിട്ട് ആ ചൂടുവെള്ളം കൂടെ ഒഴിച്ചിട്ടാണ് അരി ആട്ടിയത്. തേങ്ങാവെള്ളം ഓൾറെഡി ഉണ്ട്, എന്നിട്ടും ചൂടുവെള്ളത്തിലാണ് അരി ആട്ടിയെടുത്തത്. അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ ഇതാ കുറച്ച് ഈസ്റ്റും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത്, ഉപ്പും കൂടെയൊക്കെ ഇട്ട് കൊടുത്ത്, ഒരല്പം സോഡാപ്പൊടിയും ചേർത്ത്, പിന്നെ ഒരു സ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത്, അങ്ങനെ മിക്സ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഈസ്റ്റൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ നമ്മൾ അരി ആട്ടി വെച്ചിട്ട് നമുക്ക് എങ്ങനെയായിരുന്നാലും ഇപ്പം ഞാൻ 6 മണിക്ക് ഇപ്പോൾ അരി ആട്ടിയൊക്കെ എടുത്തപ്പോഴേക്കും 6:15 എന്നാലും ഒരു 8 മണിക്കൊക്കെ നമ്മൾ കാപ്പി ഉണ്ടാക്കണതെന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് അപ്പമൊക്കെ ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അത് അടച്ചു വെച്ചത് അങ്ങനെയായിരുന്നു. അതൊന്ന് ചൂടാക്കിയിട്ട് ഇഡ്ഡലിക്കുട്ടം ചൂടാക്കിയിട്ട് അത് വെച്ചാണ് അടച്ചു വെച്ചത്. അപ്പോഴേക്കും ഇന്നലെ മഴയൊക്കെ ആയതുകൊണ്ട് ചേട്ടൻ പാലൊന്നും വാങ്ങിക്കൊണ്ട് വന്നില്ല. പിന്നെ അവിടെ ഒരു പാല് വണ്ടി വരും. അങ്ങനെ രാവിലെ ഞാൻ പോയി പാലൊക്കെ വാങ്ങിച്ച് അപ്പോൾ മീൻ വന്ന് ഇനി പാല് വാങ്ങിച്ചു കൊണ്ട് വെച്ചിട്ട് വേണം മീനൊക്കെ വാങ്ങിക്കാനായിട്ട്. സത്യത്തിൽ ഇപ്പോൾ എവരെന്നൊക്കെ മീൻ വാങ്ങിച്ചിട്ട് കുറേ നാളെ, അല്ലെങ്കിൽ എൻ്റെ മുന്നത്തെ വീഡിയോ കാണുന്നവർക്ക് അറിയാം ഞാൻ സ്ഥിരം എവരെന്നൊക്കെ ആയിരുന്നു മീൻ വാങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ചന്തയിൽ പോകാൻ തുടങ്ങിയപ്പോഴേക്ക് അതാണങ്ങ് ഇഷ്ടം. അതാണ് നമുക്ക് വെറൈറ്റി ആയിട്ട് ഇഷ്ടമുള്ള മീൻ നോക്കി വാങ്ങാമല്ലോ. പക്ഷേ ഈ മഴയത്ത് എങ്ങനെ ചന്തയിൽ പോകണത്, വീണ്ടും അവരെ തന്നെ ആശ്രയിക്കേണ്ടി വന്ന്. അപ്പോൾ നാടൻ ചാളയാണ് കിട്ടിയത്. നാടൻ ചാളയാണ്, ഇതിവിടെ പരപ്പൻ ചാളയെന്ന് പറയും. എനിക്കാണെങ്കിൽ ഈ ചാളവർഗ്ഗങ്ങളെ തന്നെ സത്യം പറഞ്ഞാൽ അറിഞ്ഞൂടെ എന്തുമാത്രം വെറൈറ്റി ചാളകളാണുള്ളത്. എന്തായാലും നല്ല പച്ച മീനായിരുന്നു. പക്ഷെ വാങ്ങിക്കൊണ്ട് വെച്ചപ്പോഴേക്കും അമ്മ പറഞ്ഞ് ഇത് ഭയങ്കര മുള്ളാണെന്ന് ഇതിന്. പക്ഷേ എന്തൊക്കെയായിരുന്നാലും ഭയങ്കര മുള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വെച്ച് കഴിഞ്ഞപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു മീൻ നമുക്കിങ്ങനെ സമാധാനമായിട്ട് കഴിക്കാനൊന്നും പറ്റില്ല, അത്രയ്ക്ക് മുള്ളായിരുന്നു. അങ്ങനെ മീനൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ട് അപ്പോഴേക്കും അമ്മ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. ഇനി ചായ ഇടണം. അപ്പോൾ ചായ ഇടാനായിട്ടുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തലേ ദിവസത്തെ ചോറ് ബാലൻസ് ഉള്ളതിന് ഊറ്റി അടിക്കും. ഞാൻ ഇതും കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്കിതൊക്കെയുള്ളൂ പറയും, ഞങ്ങളിങ്ങനെയൊക്കെയാണ്. അത് തന്നെയാണ് എനിക്ക് നിങ്ങളെ കാണിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇതാ ആ മൺകലത്തിൽ തലേ ദിവസം വെച്ചിരുന്ന ചോറ് ഊറ്റി അടിക്കുകയാണ്. അതിനുശേഷം ഇന്നത്തേക്കുള്ള ചോറങ്ങ് വെച്ചാൽ മതിയല്ലോ. അപ്പം നമ്മളിങ്ങനെ ഊറ്റി അടിക്കുന്ന ചോറ് ആദ്യം നമ്മൾ ചോറ് വിളമ്പാൻ നേരത്തെ അതേ എടുക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ തീർന്നതിന് ശേഷം മാത്രമേ ഇന്ന് വെച്ച് ചോറ് എടുക്കുകയുള്ളൂ. മഴ തകർക്കണുണ്ട്. ഒരു 5 മിനിറ്റോളം ഒന്നിങ്ങനെ തുള്ളി എടുക്കും. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ടാണ് ഇപ്പോൾ മഴ പെയ്യണത്. ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഭയങ്കര കാറ്റുമാണ്. കാറ്റെന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കാറ്റും. അങ്ങനെ നമ്മൾ ഊറ്റി ഒഴിച്ച ചോറൊക്കെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ കുക്കറിൽ
ഗ്രീൻ പീസ് കറിയും വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രീൻ പീസ് ഒരു നമ്മൾ കടലയാണെങ്കിൽ ഇങ്ങനെ ഒഴിച്ച് വയ്ക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് നന്നായിട്ട് കുതിർന്ന് കിട്ടും. പക്ഷേ നമ്മൾ കടല കുതിർന്ന് വരുമ്പോൾ ഗ്രീൻ പീസ് ഇങ്ങനെ വയ്ക്കുമ്പോഴേക്കും അധികം കുതിർന്ന് വരില്ല. ഒരുവിധമൊക്കെ നല്ലതുപോലെ വരും. പിന്നെ ബാക്കി നമ്മൾ ഒരു 10-12 വിസിലെങ്കിലും പോയിച്ചാണ് ഗ്രീൻ പീസ് കറി ഞാൻ വേവിച്ചെടുത്തത്. അപ്പോഴേക്കും നല്ല എന്തോന്നാലും മഷി പോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 7:45 ആയിട്ടുണ്ട്. അപ്പോഴാണ് ഞാൻ അപ്പം ചുട്ടു തുടങ്ങിയത്. നല്ല കിടിലൻ അപ്പമായിരുന്നു, പറയാതിരിക്കാൻ പറ്റില്ല. നല്ല സൂപ്പർ അപ്പമായിരുന്നു. അപ്പോൾ അതാ അങ്ങനെ ഞാൻ അപ്പം ഉണ്ടാക്കിയെടുത്ത് ഇതെനിക്ക് എൻ്റെ അമ്മ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അമ്മ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോൾ തലേ ദിവസം അരിയാട്ടി വെച്ചില്ലെങ്കിൽ നീ പേടിക്കൊന്നും വേണ്ട, ഇതുപോലെ ചെയ്താൽ മതിയെന്ന്. അപ്പോൾ എന്നോ അമ്മ പറഞ്ഞത് ഇങ്ങനെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. പക്ഷേ ഇന്നാണ് എനിക്കത് ഉപയോഗപ്പെട്ടത്. നന്നായിട്ട് നല്ല സൂപ്പറായിട്ട് അപ്പം ഉണ്ടാക്കിയെടുത്ത് നല്ല ഗ്രീൻ പീസ് കറിയും റെഡി ആയിട്ടുണ്ട്. പുറത്താണെങ്കിൽ ഭയങ്കര മഴയും തണുപ്പും ഒരു മേളം തന്നെ. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ചുട്ട് വെക്കൂല, ഓരോരുത്തർ കഴിക്കാനായിട്ട് വരണ സമയത്താണ് അപ്പം ചുട്ട് എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ കഴിക്കാൻ പറഞ്ഞ അനുസരിച്ച് ഇങ്ങനെ ചുട്ടുകൊണ്ടിരിക്കും. നല്ല ചൂടോടുകൂടെ ചുട്ട് കഴിച്ചാൽ മാത്രമല്ല അതിനൊരു ടേസ്റ്റ് വരുള്ളൂ. അതിങ്ങനെ നമുക്ക് എടുത്ത് വെക്കാനൊന്നും പറ്റില്ലല്ലോ. ഇനി അപ്പമൊക്കെ ചുട്ട് ഗ്രീൻ പീസ് കറിയായിട്ടൊക്കെ കഴിച്ചിട്ടുണ്ട്. ഇനി ഒരു നല്ല രസം വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രസം വെക്കാനായിട്ട് ഞാൻ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്, മല്ലി എടുത്തിട്ടുണ്ട്, പച്ചമല്ലിയാണ്, മല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു 3-4 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സവാള എടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം തോരൻപരിപ്പ് എടുത്തിട്ടുണ്ട്, കുറച്ച് നല്ല ജീരകം എടുത്തിട്ടുണ്ട്, കുറച്ച് ഉലുവ എടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടെ അങ്ങ് വറുത്ത് കോരി എടുത്തതിന് ശേഷം കട്ടക്കായമായിരുന്നു, കായവും കൂടെ എണ്ണയിൽ മൂപ്പിച്ച് കോരി എടുത്ത് എന്നിട്ട് അതിനെ ഒന്നിങ്ങനെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഒരുപാട് അരയ്ക്കേണ്ട. ക്രഷ് ചെയ്തെടുത്തിട്ട് നമ്മൾ കായ മൂപ്പിച്ച എണ്ണയില്ലേ അതിൽ തന്നെ അതിനെ ഒന്ന് ഇളക്കി ഈ കൂട്ടെല്ലാം കൂടെ അതിലേക്കിട്ട് നമ്മളിങ്ങനെ പൊടിച്ചെടുക്കുമ്പോൾ തന്നെ നമ്മൾ വീട് മൊത്തം മണക്കും. ആ കായത്തിൻ്റെ ഒരു മണം ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് വരും. പ്രത്യേകിച്ചെന്ന് പറയാൻ തോന്നുന്നു രസം വെക്കണതിന് ആ ഒരു മണം അത് തന്നെ ഭയങ്കര മണമാണ്. ഇനി എനിക്ക് തക്കാളി ഇല്ലായിരുന്നു. തക്കാളി ഇല്ലെങ്കിലും നമുക്ക് രസം വെക്കാം. അപ്പോൾ ഇത്രയും സംഭവങ്ങൾ ഇട്ടിട്ട് പിന്നെ ഞാൻ കുറച്ച് പുളിവെള്ളവും കൂടെ പിഴിഞ്ഞൊഴിച്ച് കൊടുത്തിട്ടാണ് രസം വെച്ചത്. ഇനി കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് ശർക്കര ഉണ്ടെങ്കിൽ ശർക്കര ഇടണം. അപ്പം ശർക്കര ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിന് ബദലായിട്ട് പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇട്ട് നല്ല സൂപ്പറായിട്ട് രസം വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, ഇങ്ങനെ വെച്ച് നോക്കിയാൽ മതി. പിന്നെ അടുത്ത ആരോ കഴിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ള അപ്പമാണ് വീണ്ടും ചുട്ടുകൊണ്ടിരിക്കുന്നത്. ദോശയാണെങ്കിൽ ഞാൻ ഇങ്ങനെയൊന്നുമല്ല, ദോശ ഞാൻ എല്ലാം കൂടെ ചുട്ടങ്ങ് അടച്ച് കാസറോളിനകത്ത് അടച്ച് വയ്ക്കും. അപ്പം അങ്ങനെ വയ്ക്കുമ്പോഴേക്കും എനിക്ക് എന്തോ പോലെ തോന്നും. അങ്ങനെ അതുകൊണ്ടാണ് അങ്ങനെ വെക്കാത്തത്. അമ്മയൊക്കെ പറയും പണ്ടൊക്കെ ഇങ്ങനെയൊന്നുമല്ല, അപ്പോൾ ഇങ്ങനെ ചുട്ട് ഇങ്ങനെ കമിഴ്ത്തി ഇങ്ങനെ അടുക്കി വയ്ക്കും, അങ്ങനെ വെച്ചാലും മതിയെന്ന്. പിന്നെ എന്തേന്ന് വെച്ചാൽ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇനി ഒരു തോരൻ വെക്കണം. അപ്പോൾ ഈ ഒരു മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് മീനിൻ്റെ കാര്യവും അത്രയ്ക്ക് ഇത്ര തന്നെ, മലക്കറിയുടെ കാര്യമായാലും അത്രയ്ക്ക് ഇത്ര തന്നെ. അല്ലെങ്കിൽ അറിയാമല്ലോ ഞാൻ അങ്ങനെ ഒന്നും വാങ്ങാറില്ല, വീട്ടിലുള്ള സംഭവങ്ങളൊക്കെ കൊണ്ട് തന്നെയാണ് അഡ്ജസ്റ്റ് ചെയ്യണത്. ഇപ്പോൾ അതൊന്നും കിട്ടാനില്ല, അതാണ് സത്യം. അങ്ങനെ പെരുമ്പയർ വാങ്ങിയതുണ്ടായിരുന്നു. അങ്ങനെ പെരുമ്പയർ തോരൻ വെക്കാമെന്ന് വിചാരിച്ച്. എനിക്കാണെങ്കിൽ നമ്മൾ സാധാരണ ചെറുപയർ തോരൻ വെക്കണേക്കാളും ഇഷ്ടമാണ് പെരുമ്പയർ തോരൻ വെച്ചാൽ. പക്ഷേ ഗ്യാസ് കയറുമെന്നും പറഞ്ഞ് ഇവിടെ എല്ലാവർക്കും അതിന് ടേസ്റ്റും രുചിയൊക്കെ കൂടുതലാണെങ്കിലും ഗ്യാസിൻ്റെ പ്രശ്നമെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും ചേട്ടനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇന്ന് എല്ലാവരും കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിട്ട് ചെറുപയർ വയ്ക്കുന്നേക്കാളും നല്ല രുചിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇത് വയ്ക്കുമ്പോൾ. അങ്ങനെ അതിന് പിന്നെ വേറൊരു കാര്യമുള്ളത്, തോരത്തിന് അരയ്ക്കണ സമയത്ത് ഞാൻ അങ്ങനെ തോരത്തിന് അരയ്ക്കാറില്ല, കൈകൊണ്ട് ഇങ്ങനെ ഒന്ന് ഞെരടിയും ഇട്ടുകൊടുക്കുകയാണ് ചെയ്യണത്. പിന്നെ കടുകും കൂടെ താളിച്ചൊഴിച്ചാൽ നല്ല കിടിലൻ പയറുതോരൻ റെഡിയായി. അപ്പോൾ ഇന്ന് ഇതുപോലെ തന്നെ തട്ടിക്കൂട്ട് കറികളൊക്കെയാണ്. രസം വെച്ചിട്ടുണ്ട്, പയറുതോരൻ വെച്ചിട്ടുണ്ട്, പിന്നെ ആ മീൻ വെച്ചിട്ടുണ്ട്. ആ മീനിനെ ഒന്ന് പൊരിക്കുകയും കൂടെ വേണം. അപ്പോൾ ഇങ്ങനെ പയറുതോരൻ വെച്ചാൽ നല്ല ചൂടോടുകൂടെ ഒന്ന് ഇങ്ങനെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്, നല്ല രുചിയാണ്. ഇങ്ങനെ കഴിക്കുമ്പോഴേക്ക് നല്ല ചൂടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഊതിയൊക്കെയാണ് അത് കഴിച്ചത്. കേശുവിന് ഇതിൻ്റെ മുകളിൽ കയറി നിൽക്കണം. അപ്പം ഞാനവിടെ മീൻ കട്ട് ചെയ്യാനായിട്ട് ഇരുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ചുമ്മാ വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഭയങ്കര സംസാരവും ഭയങ്കരമായിട്ട് വഴക്കുമൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും.
നമ്മൾ അവൻ എന്തൊക്കെ പറയണം അത് മൊത്തം അവൻ തിരിച്ചു പറയും. സത്യം പറഞ്ഞ് ഞാൻ എന്തൊക്കെയാണ് പറയണതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഞാൻ എന്തൊക്കെ സംസാരിക്കുമോ അത് മൊത്തം അവൻ തിരിച്ച് സംസാരിക്കുമ്പോഴാണ്. അപ്പോഴും പിടിയിട്ടില്ല. അപ്പോഴും ഞങ്ങൾ ചോദിക്കും ഇത് എവിടെ നിന്ന് കിട്ടി. എന്നാൽ അമ്മ പറയും ഇതെല്ലാം നീ പറയണത് തന്നെയാണെന്ന്. ചേട്ടനും പറയും ഇതൊക്കെ നിൻ്റെ വായിന്നാണ് കേൾക്കണതെന്ന്. എനിക്കത് പിടികിട്ടില്ല. നമുക്കറിയില്ലല്ലോ നമ്മൾ എന്തൊക്കെയാണ് പറയണതെന്ന്. പിന്നെ അതിനുശേഷം നമ്മൾ സംസാരിക്കുമ്പോഴാണ് ഞാൻ വിചാരിക്കുന്നത് ഈശ്വര അയ്യോ ഇത് മോൻ പറയണതല്ലേ, അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞ കാര്യങ്ങളാണോ എന്ന്. അങ്ങനെയാണ് ഇപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ. ചാള വാങ്ങിച്ചപ്പോഴേക്കും കുറച്ച് കഴിഞ്ഞപ്പോഴും നെത്തോലിയും ഇതുപോലെ ഈ നഗര മീനും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഇവിടെ നമ്മൾ ചെമ്പല്ലി എന്നാണ് പറയണത്. എനിക്കാണെങ്കിൽ ഇത് കറി വെച്ചാൽ ഒട്ടും ഇഷ്ടമില്ല, പക്ഷെ പൊരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. ചേട്ടനും അങ്ങനെ തന്നെ, ഇത് പൊരിച്ചാൽ പിന്നെയും കഴിക്കും. അങ്ങനെ മോന് പൊരിച്ച മീൻ വേണമല്ലോ, അതുകൊണ്ട് ഞാൻ അതും കൂടെ വാങ്ങിച്ചിട്ട് അത് പൊരിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ അതുപോലെ തന്നെ മറ്റേ ചാള മീനുണ്ടല്ലോ അത് പിന്നെ നാളത്തേക്ക് ആവട്ടെ എന്ന് വിചാരിച്ചിട്ട് അതിനെ അങ്ങ് വെച്ചിട്ട് നെത്തോലി ഉള്ളതിനെയും കൂടെ നെത്തോലീനെ ഒന്ന് നമ്മൾ നുള്ളി എടുത്തിട്ട് നെത്തോലി നമുക്ക് വറ്റിച്ച് വെച്ചാൽ നല്ല ടേസ്റ്റ് അല്ലേ. പിന്നെ ഇതൊക്കെ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ ചാളയെ മാറ്റിയിട്ട് ഇതൊക്കെ വെച്ചിട്ടാണ് ഇന്ന് വിഭവങ്ങൾ ഉണ്ടാക്കാനായിട്ട് പോണത്. എനിക്ക് ഈ മീൻ പൊരിച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്, നല്ല രുചിയാണ് പൊരിച്ച് തിന്നാനായിട്ട്. എന്നാൽ എൻ്റെ അമ്മയ്ക്കും ഇവിടുത്തെ അമ്മയ്ക്കും രമ്യ ചേച്ചിക്കൊക്കെ ഇത് കറി വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാനിത് വാങ്ങിയപ്പോഴേക്കും അമ്മയ്ക്ക് ചെറിയ മനസ്സുണ്ടായിരുന്നത് കറി വയ്ക്കണമെന്ന്. പിന്നെ ഞാനിങ്ങനെ പൊരിക്കാനായിട്ട് എടുത്തതുകൊണ്ട് പിന്നെ അമ്മ വേറെ ഒന്നും പറഞ്ഞില്ല. പൊരിച്ചാലും നെത്തോലി വറ്റിക്കുകയല്ലേ, അപ്പോൾ പിന്നെ ഇത് പൊരിച്ച് വെച്ചാൽ കേശുവിന് ഈ മീനൊന്ന് കണ്ടാൽ മതി, കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല. അവൻ്റെ ചോറിൻ്റെ അറ്റത്ത് ഒരു മീനിരിക്കണത് കണ്ടാൽ ഭയങ്കര സന്തോഷമാണ്. പെട്ടെന്ന് ചോറ് അത്രയും കഴിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ടൊമാറ്റോ സോസിൻ്റെ അടുത്ത് ഭയങ്കര ഇഷ്ടമാണ്. നമുക്ക് ഒരുപാട് കൊടുക്കാനും പേടിയാണ്. ടൊമാറ്റോ സോസ് ആയാലും അങ്ങനെ തന്നെ, മയണൈസ് ആയാലും അങ്ങനെ തന്നെ, അതൊക്കെയാണ് അവൻ്റെ ഇഷ്ട ഭക്ഷണങ്ങൾ. അപ്പോൾ അതൊന്ന് സൈഡിൽ വെച്ചിരുന്നാൽ കാപ്പിയൊക്കെ കൊടുക്കുമ്പോഴേക്കും മയണൈസല്ല ടൊമാറ്റോ സോസ് സൈഡിൽ വെച്ചിരുന്നാൽ ആൾ ഫുള്ള് കഴിച്ചോളും. അപ്പോൾ അതാ ഇടയ്ക്ക് ഏകദേശം 1 മണിക്കൂറോളം മഴ ഒന്ന് മാറി നിന്ന് ആ സമയത്താണ് പുറത്ത് കൊണ്ടുവന്ന് നെത്തോലിയൊക്കെ കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്തത്. അപ്പോഴേക്കും വീണ്ടും ഒന്ന് ഇരുണ്ട് കെട്ടിയൊക്കെ വരണുണ്ട്. എനിക്കാണെങ്കിൽ ഇങ്ങനെ മഴ നിർത്താണ്ട് പെയ്യുമ്പോഴേക്ക് വീട്ടിനകത്തായിരുന്നാലും വീട്ടിന് പുറത്തായിരുന്നാലും എന്തെങ്കിലുമൊക്കെ ചവറൊക്കെ കിടക്കണ കാണുമ്പോഴേക്ക് എന്തോ പോലെ തോന്നും. പ്രത്യേകിച്ച് മഴ സമയത്തല്ല, മഴ സമയത്ത് എപ്പോഴും ഇങ്ങനെ വൃത്തിയായിട്ടിരിക്കുന്നത് കാണുമ്പോഴേക്കും ഒരു വൃത്തി തോന്നും. അല്ലെങ്കിൽ അറിയാമല്ലോ, മഴയത്ത് നമുക്ക് പുറത്തൊക്കെ ഇറങ്ങാൻ തന്നെ ഒരു എന്തോ പോലെയാണ്. അപ്പോൾ പിന്നെ അവിടെയൊക്കെ അങ്ങനെ കിടന്നാലോ. അങ്ങനെ ഞാൻ അവിടെ ഇരുന്ന് കുറച്ച് പ്ലാസ്റ്റിക്കൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ചാക്കിലാക്കി മാറ്റി വെച്ച്, പിന്നെ അവിടെ ഇരുന്ന് മീനൊക്കെ കട്ട് ചെയ്തതല്ലേ, അപ്പോൾ അവിടെ വെള്ളം ഒഴിച്ചങ്ങ് കഴുകിയിടാമെന്ന് വിചാരിച്ച്. മഴ പെയ്യണമുണ്ട്, എന്നാലും മഴ പെയ്താലും ഇതേപോലെ നമ്മൾ ഈ വൃത്തിയാക്കും പോലെ മഴവെള്ളം വീണ് വൃത്തിയാവില്ലല്ലോ. അങ്ങനെ അവിടെയൊക്കെ ഒന്ന് കഴുകിയൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴേക്കും മഴക്കോളൊക്കെ നല്ല ഉരുണ്ടുകൂടി വരണമുണ്ട്. അതിന് മുന്നേ ഇവിടെയും കൂടെയൊക്കെ ഒന്ന് തൂത്തങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. ആ ചെമ്പരത്തിപ്പൂവൊക്കെ വീണിട്ട് ഇങ്ങനെ അഴുകി കിടക്കും പോലെയാണ്. ഇപ്പോൾ ഇന്ന് വീടിന് ചെമ്പരത്തിപ്പൂ നാളെ നോക്കുമ്പോഴേക്കും മഴ പെയ്ത് ഒരുമാതിരി അഴുകി കിടക്കും. അതൊക്കെ കാണുമ്പോൾ എന്തോ ഒരു വൃത്തിയില്ലായ്മ തോന്നും. അപ്പോൾ ആ ഒരു കിട്ടിയ സമയം കൊണ്ട് അവിടെയൊക്കെ അങ്ങനെ അങ്ങ് വൃത്തിയാക്കാമെന്ന് വിചാരിച്ച്. പിന്നെ പയറുതോരൻ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് നോക്കിയപ്പോഴേക്ക് കുറച്ച് അമരയ്ക്ക കിടപ്പുണ്ടായിരുന്നു. കുറേ ദിവസം കൊണ്ട് കിടക്കുകയാണ് അമരയ്ക്ക. ഇനി ഇരുന്നാൽ അത് എന്തായാലും ചീത്തയായിപ്പോൾ. അങ്ങനെ ഞാൻ വിചാരിച്ച് അമരയ്ക്കയും കൂടെ എടുത്തങ്ങ് തോരൻ വെക്കാമെന്ന്. എന്തൊക്കെ കണ്ട പോലെയല്ലേ, എന്തെങ്കിലുമൊക്കെ കാണുമ്പോഴേക്കും ഇന്ന് ഇത്ര മതിയെന്ന് വിചാരിച്ചായിരിക്കും തുടങ്ങുന്നത്. പിന്നെ എന്തെങ്കിലുമൊക്കെ ഇരിക്കണ കണ്ടാൽ അതുകൂടെ അങ്ങ് വെക്കാനായിട്ട് തോന്നും. അങ്ങനെ അമരയ്ക്ക കട്ട് ചെയ്ത് അതിനെ നമ്മുടെ മിക്സിയിൽ തന്നെ അടിച്ചെടുത്ത് അതും ഒന്ന് തോരൻ വെച്ച്. പിന്നെ ഇതിന് നെത്തോലി വറ്റിക്കുമ്പോഴേക്ക് തക്കാളിയൊക്കെ തീർന്നിരിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞതുപോലെ കടയിലൊന്നും കയറാനായിട്ടൊന്നും പറ്റണില്ല, ഭയങ്കര മഴയല്ലേ. അങ്ങനെ അപ്പുറത്ത് ചേച്ചിയുടെ അവിടെ പോയിട്ട് പുളിഞ്ചിക്ക ഉണ്ടാകുന്ന നോക്കാനാണ് പോയത്. ഇവിടെ വന്നപ്പോഴേക്ക് പുളിഞ്ചിക്കയൊന്നുമില്ല, അറിയാമല്ലോ ഇവിടെ നിറഞ്ഞു നിന്ന് പുളിഞ്ചിക്കയാണ്. അപ്പം ഞാൻ നോക്കി വന്നപ്പോഴേക്കും മണ്ടയ്ക്ക് ഒരു 4-5 പുളിഞ്ചിക്ക നിൽക്കണുണ്ട്. അപ്പോൾ ചേച്ചിയും പറഞ്ഞു നീ നോക്ക് അവിടെ കാണും, എന്തായാലും ഒരു 3-4 എണ്ണമെങ്കിലും കാണാണ്ടിരിക്കൂല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ഏകദേശം ഒരു 4-5 എണ്ണം കിട്ടി. അതും മതി, നെത്തോലിക്ക് അത്രയൊക്കെ മതിയല്ലോ. അങ്ങനെ അതും കൂടെയൊക്കെ എടുത്തിട്ടുണ്ട്.
ഈ മഴ സമയത്ത് പിന്നെ നമുക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയിൽ ഇതായി ഈ കൂണുകൾ. ഇതൊന്നും നല്ല കൂണല്ലെന്നാണ് തോന്നുന്നത്. പണ്ട് ഞങ്ങളുടെ ഇവിടേക്ക് ഇങ്ങനെ അരിക്കൂണ് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പറയും അരിക്കൂണ് വരുന്ന സമയത്ത് നമ്മൾ കാണാൻ വേണ്ടി നമ്മുടെ കൺമുന്നിൽ കുറച്ച് ഒരു 4-5 കാണും. പിന്നെ നമ്മൾ അത് കണ്ട് നോക്കി നോക്കി പോകുമ്പോഴായിരിക്കും എവിടെയെങ്കിലും ഇങ്ങനെ നിറയെ അരിക്കൂണ് നിൽക്കണമെന്ന്. ഇതൊക്കെ എൻ്റെ പണ്ടത്തെ ഓർമ്മയാണ്. പക്ഷേ ഇപ്പോഴങ്ങനെ ഒരു സംഭവം കാണാനേ ഇല്ല. പിന്നെ കൂണുകളിൽ തന്നെ വിഷക്കൂണും ഉണ്ടെന്ന് പറയില്ലേ, അരിക്കൂണ് കണ്ടാൽ എനിക്കറിയാം. ഇപ്പോൾ ഇവിടെയെങ്കിലും അത് കാണാൻ പോലും ഇല്ല ഈ സംഭവം. പണ്ടെങ്ങാണ്ട് കഴിച്ച ഓർമ്മയേ ഉള്ളൂ കൂണിൻ്റെ കാര്യത്തിലായിരുന്നാലും. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പുളിഞ്ചിക്കയായിട്ട് ഇനി വീട്ടിൽ പോകണം. അപ്പോൾ പിന്നെ അവിടെ നിന്നപ്പോഴേക്ക് ഈ സംഭവം ഉണ്ടല്ലോ, നമ്മുടെ കോവയ്ക്കയുടെ 2 തൈ കിട്ടി. അപ്പോൾ അത് ഞങ്ങളുടെ കടയിൽ അവിടുത്തെ ചേച്ചിക്ക് വേണമെന്ന് പറഞ്ഞായിരുന്നു. ചേച്ചി എന്നെ രാവിലെ വിളിച്ച് പറഞ്ഞു നീ വരണമെന്നുണ്ടെങ്കിൽ അതും കൂടെ കൊണ്ടുവരണേന്ന്. അങ്ങനെ മറക്കാണ്ട് എടുത്തുകൊണ്ട് വന്നതാണ്. ഇനി നെത്തോലി പീര വെക്കണം. നെത്തോലി പീരയല്ല, നെത്തോലി വറ്റിച്ചത്. കുറേ ദിവസം കൊണ്ട് ഈ മീൻ തന്നെ, നെത്തോലി തന്നെ മിക്കവാറും ഇപ്പോൾ കിട്ടണത്. അപ്പോൾ വിചാരിക്കും കിട്ടണതായിക്കോട്ടെ എന്നാണ്. അല്ലെങ്കിൽ അറിയാമല്ലോ, ചൂരയും വാളയും അതും ഇതുമൊക്കെ മിക്കവാറും നല്ല മീനുകളൊക്കെ കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല, അവർ തന്നെ പറയണത് കടലിൽ പോകാനായിട്ട് പറ്റണില്ല, പിന്നെ ഞങ്ങൾ എങ്ങനെ മീൻ കൊണ്ട് വരുമെന്നാണ്. അപ്പോൾ ചന്ത കൂടണുണ്ടായിരിക്കും. നമ്മുടെ ഇവിടുത്തെ ചന്ത അറിയാമല്ലോ, റോഡിലാണ് കൂടണത്. ഈ പെരുമഴയത്ത് എങ്ങനെ പോകണത് വാങ്ങാനായിട്ട്? അപ്പോൾ ഞാൻ ഇങ്ങനെ കൊണ്ടുവരണമെന്നൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും. മിക്കവാറും ഇവർ കൊണ്ടുവരുന്നതെല്ലാം നെത്തോലിയും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ആയിരിക്കും. അങ്ങനെ നെത്തോലി അങ്ങ് അടുപ്പത്താക്കിയിട്ടുണ്ട്. ഇനി മറ്റു മീനുണ്ടല്ലോ, ചെമ്പല്ലി മീൻ, അതിനെ അങ്ങ് ഉപ്പും മുളകൊക്കെ പുരട്ടി വെക്കണം പൊരിക്കാനായിട്ട്. ഇനി ഇത്രയൊക്കെ തന്നെ. ഇതും കൂടെയൊക്കെ ആയാൽ ഇന്നത്തെ ജോലികളൊക്കെ ഏകദേശം ആവും. അപ്പോൾ ഞാനിങ്ങനെ വലിയ മീൻ പൊരിക്കാനായിട്ട് എടുത്തു വെച്ചത് കണ്ടപ്പോഴേ കേശവൻ ചോദിക്കണുണ്ട്, അമ്മ വലിയ മീൻ പൊരിക്കണ അമ്മയെന്നൊക്കെ. അപ്പോഴതിനെ ഒന്ന് റെഡിയാക്കി എടുത്തപ്പോഴേക്ക് നെത്തോലി വറ്റിയൊക്കെ വന്നിട്ടുണ്ട്. എനിക്ക് ആദ്യം നെത്തോലി വറ്റിക്കണത് ഒട്ടും അറിഞ്ഞുകൂടായിരുന്നു. ഞാനിങ്ങനെ വറ്റിക്കണ സമയത്ത് അതൊരുമാതിരി ആ ഒരു പരുവം മാറിപ്പോവും. അങ്ങനെ ആ പരുവം മാറിയാൽ അത്ര ടേസ്റ്റ് ഇല്ല. അപ്പോൾ നെത്തോലി വറ്റിക്കണതിൽ അരക്കണതിൽ തന്നെ ഉണ്ട് കാര്യം. അതിൽ മല്ലിപ്പൊടി അരയ്ക്കില്ല, പച്ചമുളക് പൊടിയാണ് അരയ്ക്കണത്. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ എന്തോന്ന് പുളിയും കൂടെ ഇട്ടിട്ട് നമ്മളൊന്ന് അവിയലിൻ്റെ പരുവവും അല്ല, എന്നാൽ തോരൻ്റെ പരുവവും അല്ല, എന്നാൽ മീൻകറിയുടെ പരുവവും അല്ല, അങ്ങനത്തെ ഒരു രീതിയിൽ അതൊന്ന് അരച്ചെടുത്തിട്ട് അധികം വെള്ളം വെക്കാണ്ട് വെച്ച് വേണം അത് വേവിക്കാനായിട്ട്. ഒരുപാട് വെള്ളത്തിൽ വേവിച്ചാൽ അതൊക്കെ അങ്ങ് വെന്ത് പോവുകയും ചെയ്യും. നെത്തോലിയല്ല, അതിലിടുന്ന അരപ്പിൻ്റെ കാര്യമാണ്. എന്നാലും അതിൻ്റെ പരുവം മാറിപ്പോവും. അപ്പം ഞാനിങ്ങനെ ശ്രദ്ധിച്ച് നിന്നിട്ടൊക്കെയാണ് അത് ചെയ്യണത്. അപ്പോൾ ഈ സംഭവങ്ങളെയും മീനെല്ലാം പൊരിക്കാനായിട്ടും വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും മഴ തകർക്കണുണ്ട്. അങ്ങനെ കുറച്ച് കുറഞ്ഞു നിന്ന മഴ വീണ്ടും ചെറുതായിട്ട് തുള്ളിയെടുത്ത് തുടങ്ങിയിട്ട് പിന്നെ പെട്ടെന്നാണല്ലോ അങ്ങ് പെരുമഴയായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മീൻ പൊരിച്ച് വെച്ചതിൽ സവോള ഇങ്ങനെ റിങ്ങായിട്ട് കട്ട് ചെയ്തിരുന്നത് ഇവിടെ അനന്തുവിന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മീൻ പൊരിക്കണമെന്ന് പറയുമ്പോഴേ അവനെങ്ങനെ പറയും, മാമി അതും കൂടെ ചെയ്യണേന്ന്, സവോളയും കൂടെ കട്ട് ചെയ്തിടണേന്ന്. കയ്യെത്തും ദൂരെ ഒരു കുട്ടിക്കാലം, മഴവെള്ളം പോലെ ഒരു കുട്ടിക്കാലം. മഴ തകർത്ത് തിമിർത്ത് പെയ്യുമ്പോൾ പിള്ളേർ വന്ന് എൻ്റെ അടുത്താണ് ചോദിക്കുന്നത്, മാമി ഒന്ന് ഇറങ്ങിക്കോട്ടെ ആ മഴയത്തൊന്നും. ഇപ്പം ആരും അങ്ങനെ മഴയത്തൊന്നും ഉറക്കില്ല. മഴയത്തിറങ്ങുന്നതൊക്കെ എന്തോ വലിയ കുറ്റം പോലെയൊക്കെയാണ് അമ്മയൊക്കെ പറയണത്. ഒന്നുമല്ല, മഴയത്തിറങ്ങി വല്ല പനിയങ്ങളെ വരുമെന്ന് പേടിച്ചിട്ടാണ്. പിന്നെ പിള്ളേർക്കൊക്കെ മഴയത്ത് കളിക്കണ്ടേ. പണ്ട് നമ്മളും ഇങ്ങനെയല്ലേ, ഞാനൊക്കെ ഒരുപാട് മഴയത്ത് കുളിച്ചിട്ടുണ്ട് പണ്ടൊക്കെ. പക്ഷേ എൻ്റെ അമ്മ ഇങ്ങനെ മഴയത്തിറങ്ങാൻ പാടില്ലെന്നൊന്നും പറയില്ല. ഇവിടെ ഇവർക്കൊക്കെ ഭയങ്കര പേടിയാണ്, പനി വരും, ഒന്നാമത് സ്കൂൾ തുറക്കാറായി, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവരുടെ താളത്തിന് തുള്ളണത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതുകൊണ്ട് എന്ത് കാര്യം ഉണ്ടെങ്കിലും അവർ എൻ്റെ അടുത്ത് വന്ന് പറയും. മണ്ടേ കയറില്ല, സോപ്പ് തരേണ്ട വരും.
അങ്ങനെ കുറേ സമയം മഴയത്തൊക്കെ പിള്ളേരെ കൂടെ നിന്ന് കളിച്ച് എടുത്ത് അവർക്കൊരു രസം. നമ്മൾ കൂടെ നിൽക്കുമ്പോഴേക്കും അവർക്ക് കുറച്ചും കൂടി ഒരു കോൺഫിഡൻസ് ആണ്. ഒറ്റയ്ക്ക് ഇറങ്ങുന്ന സമയത്ത് അയ്യോ ഇനി വഴക്ക് കുറയോ എന്തെങ്കിലും ആവുമോ എന്നൊക്കെ അവർക്ക് ചെറിയ പേടി കാണാം. അവരൊപ്പം നമ്മളും കൂടെ ഉണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര കോൺഫിഡൻസ്, ഭയങ്കര സന്തോഷമായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ മഴയത്ത് ഇടിയില്ലാത്തത് കൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇറങ്ങാം. ഇടിയോ മിന്നലോ ഉണ്ടെങ്കിൽ പിന്നെ ആ ഭാഗത്തോട്ട് പോകാനായിട്ട് പറ്റില്ലല്ലോ. അപ്പോൾ കേശുവിനായാലും ഞാൻ എപ്പോഴും ചേട്ടനോട് പറയും, ചേട്ടാ എപ്പോഴും മോനെ മഴയത്തൊക്കെ ഇറക്കി ശീലിക്കണം. അവനെ ഇങ്ങനെ അമൂൽ ബേബി ആയിട്ടൊന്നും വളർത്താനായിട്ട് പറ്റില്ല. എല്ലാം അവൻ ശീലിച്ച് വരണമല്ലോ. അപ്പം നമ്മളിങ്ങനെ വെയിൽ മഴയൊന്നും കൊള്ളിക്കാണ്ട് വളർത്തുന്ന സമയത്താണ് കുറച്ചും കൂടെ കഴിയുമ്പോഴേക്കും അവർ അതൊക്കെ അവരുടേതായ രീതിയാകുമ്പോൾ അവരിതൊക്കെ അങ്ങ് ആസ്വദിക്കാനായിട്ട് തുടങ്ങും. അപ്പോഴാണ് പിള്ളേർക്ക് അസുഖം വരണത്. അങ്ങനെ ഡ്രസ്സൊക്കെ മാറി ഞങ്ങളെല്ലാവരും ചോറൊക്കെ കഴിച്ച് വൈകുന്നേരം ആയപ്പോഴേക്കും ഇതാ തൂക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കേശുവിനും അപ്പം റോഡിൽ ഇറങ്ങണം കളിക്കാനായിട്ടൊക്കെ. അങ്ങനെ കേശു അനന്തവും കൂടെ റോഡിൽ അവിടെ കളിയാണ്. പിന്നെ നല്ല അന്തരീക്ഷം, നല്ല തണുപ്പും. നല്ല അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ മഴ മാറി നിൽക്കുന്നുണ്ട്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോഴേക്ക് കേശുവിനെ പഠിപ്പിക്കാനായിട്ട് കിച്ചു വന്ന്. കിച്ചുവിനെ കാണുമ്പോഴേക്ക് കേശുവിന് ദേഷ്യമാണ് ഇപ്പോഴും. അവൻ്റെ അടുത്ത് പറയണം ഞാൻ ഇന്ന് വരണ്ടില്ല ചേട്ടൻ പൊയ്ക്കോ എന്നൊക്കെ. ഡേ അല്ല ഞാൻ ഓടി ചോദിച്ചിട്ടുണ്ട് കിച്ചു, നീ അവിടെ ഞാൻ എടുത്തു തരാം. കയറി കയറി ഇട കളി പഠിച്ചിട്ടിച്ചിട്ട് അവിടെ ഇത് കളിക്കാൻ ഓടി പോ. ഇന്നലെ കറണ്ട് പോയി അങ്ങനെ ഇങ്ങനെ അങ്ങനെയായി. കയറി കയറി ക്യാഷ് കുട്ടാ. പാവം മോന് ഭയങ്കര മടിയാണ്. നമ്മളെല്ലാവരും ഇങ്ങനെ നിന്ന് ഓരോന്നൊക്കെ ചെയ്യണ കാണുമ്പോഴേക്കും അവൻ മാത്രം അവിടെ അടങ്ങി ഒതുങ്ങി പോയിരുന്ന് പഠിക്കണ്ടേ. അപ്പോൾ ഇതാ ഇനി എനിക്ക് ഇവിടുത്തെ അടുത്ത ജോലി എന്ന് വെച്ചാൽ ആ എരുക്ക് ഫുള്ള് വളർന്നിങ്ങ് റോഡിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഇനി മഴയും കൂടെ പെയ്യുമ്പോഴേക്കും ഇരട്ടിയായിട്ട് വളരുമല്ലോ. പിന്നെ ഈ മഴ സമയത്തും കൂടെ ഇതിലിങ്ങനെ വണ്ടിയിലൊക്കെ പോകുമ്പോൾ ദേഹത്ത് തട്ടുമ്പോഴേക്ക് ആ വെള്ളം മുഴുവൻ ദേഹത്താവുകയും ചെയ്യും. അപ്പോൾ അതിനൊന്ന് വെട്ടി ഒതുക്കി നിർത്തണം. ഞാൻ എപ്പോഴും ഇങ്ങനെ വെട്ടി ഒതുക്കി നിർത്താറുണ്ട്. അപ്പോൾ ഇപ്പോൾ കുറേ നാളായി വെട്ടിയിട്ട്, അപ്പോൾ അത് മൊത്തം ഒന്ന് വെട്ടി ഒതുക്കണം. അതിനിടയ്ക്ക് കേശു ഇറങ്ങി വന്നതാണ് വെള്ളം കുടിക്കണമെന്നും പറഞ്ഞിട്ട്. ഓരോരോ അടവിൽ ഇറങ്ങി വരും. ഞാനിവിടെ എന്ത് ചെയ്യണമുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞിട്ട് പോവേണം അമ്മ റോഡിൽ തന്നെ നിൽക്കണേ ഞാൻ ഇറങ്ങി വരുമ്പോഴേക്കും. അപ്പോൾ കുറച്ച് സമയം കൂടെ ഒന്ന് കളിക്കാമല്ലോ. കാരണം മോൻ ഇറങ്ങിയിട്ട് കുറച്ച് സമയം ആയോളായിരുന്നു റോഡിലോട്ട്. കളഞ്ഞതാണിത്. ഇത് നമ്മൾ ഉമ്മത്തിങ്കായ എന്ന് പറയില്ലേ, ഉമ്മ. അപ്പോൾ ഇത് ഭയങ്കര വിഷമാണ്. പണ്ട് അമ്മയൊക്കെ പറയുമായിരുന്നു നമ്മളെ വീട്ടിലൊക്കെ ഇതിങ്ങനെ ചുമ്മാ അങ്ങ് മുളച്ച് വന്നോളൂ. വീട്ടിൽ പണ്ട് നമ്മളെ വീട്ടിലൊക്കെ വന്ന സമയത്ത് അമ്മയ്ക്ക് പേടിയാണെന്ന്. ഞാനും അനിയത്തിയൊക്കെ ഇതിലൊരു കായുണ്ട്, വേണ്ട ആ ഒരു കായുണ്ട്. അപ്പോൾ കായൊക്കെ പറിച്ച് കഴിക്കുമെന്ന് പറഞ്ഞിട്ട് ഇതിനെ മുറിച്ച് കളയുന്നത്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ വളർന്ന് വന്ന് കേശുവിനെ അങ്ങനെ പറിച്ചിട്ട് കഴിക്കണ പരിപാടിയൊന്നുമില്ല. എന്നാലും പറയാൻ പറ്റില്ലല്ലോ. മോൻ വന്ന് ഇതിലൊക്കെ പിടിക്കും. അങ്ങനെ ഞാൻ ഒരിക്കൽ വെട്ടിക്കളഞ്ഞതാണ്. വെട്ടിക്കളയുമ്പോഴത്തേക്ക് നമ്മൾ ഈ പ്രൂണിങ് പോലെ അത് ഭയങ്കരമായിട്ട് വീണ്ടും മുളച്ച് വരുമല്ലോ. അതുപോലെ അത് വീണ്ടും ശക്തമായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിനെ വീണ്ടും വെട്ടിക്കളയാം. അത് ഞാൻ ഫുള്ളായിട്ട് മുറിച്ച് കളഞ്ഞതാണ്. അത് നല്ല രീതിയിൽ പൊങ്ങി വന്നു. ഇനി അതിനും കൂടെ മുറിച്ച് കളയണം. ഇനിയിപ്പോൾ മഴയും കൂടെ പെയ്യുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഭയങ്കരമായിട്ട് അതങ്ങ് വളർന്നോളും. ഈ ഉമ്മത്തിൻകായൊക്കെ അവിടെ അവിടെ ഉണ്ട്. അപ്പോൾ അത് തനിയെ എങ്ങനെയൊക്കെയോ എൻ്റെ വിത്തൊക്കെ വീണ് മുളച്ച് വരണതാണെന്ന് തോന്നുന്നു. ഇപ്പം ഞാൻ എന്താ മഴ സമയത്താണ് അത് വെട്ടിക്കളയണത്. ഇനിയും കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും അത് ശക്തിയായിട്ട് അത് മുളച്ച് വരും. പിന്നെ ഇനി എന്ത് ചെയ്യാനായിട്ട് അതിനും എന്നാലും കാണുമ്പോൾ അങ്ങ് വെട്ടിക്കളയാം. അത്രേ ഇനി ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമ്മൾ ഒരു സംഭവം വേണ്ടാന്ന് വിചാരിച്ച് വെട്ടിക്കളഞ്ഞാൽ അതതിൻ്റെ ഇരട്ടിയായിട്ട് വളർന്നു വരും. നമ്മളെങ്ങാനും കൊണ്ട് നട്ട് നമ്മളിങ്ങനെ പൊന്നുപോലെ വളർത്തണ എന്തെങ്കിലും ഒരു സംഭവങ്ങൾ നമ്മളെ കയ്യോ കാലോ തട്ടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഒടിഞ്ഞു വീണാൽ പിന്നെ അതിന് ആ ഭാഗത്തോട്ടേ നോക്കണ്ട. അത് പിന്നെ മുളച്ച് വരേയില്ല. നമ്മൾ വേണ്ടാതെ കൊണ്ട് കളയണതെല്ലാം ചുമ്മാ അങ്ങ് നല്ല രീതിയിൽ മുളച്ചൊക്കെ അങ്ങ് വന്നോളും. അപ്പോൾ അതും കൂടെയൊക്കെ ഞാൻ എന്താ ഫുള്ള് വെട്ടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എരുക്കും ഒന്ന് വൃത്തിയാക്കി, ഉമ്മത്തിൻകായും ഒക്കെ വൃത്തിയാക്കി. പ്രത്യേകിച്ച് അരളിപ്പൂവിൻ്റെ കാര്യം കേട്ട സമയം തൊട്ട് ഇപ്പോൾ പേടിയാണ്. പിള്ളേരങ്ങനെ എടുത്തൊന്നും വായിൽ, ഇപ്പോൾ കേശുവിനെ സംബന്ധിച്ചാകുമ്പോൾ ഒന്നും അങ്ങനെ വായിൽ വെക്കൂല. എന്നാലും നമുക്ക് പറയാൻ പറ്റൂലല്ലോ. ചില സമയത്ത് എന്തൊക്കെയാണ് ഓരോ മനുഷ്യൻ്റെ മനസ്സ് വരണേന്നൊന്നും പറയാൻ പറ്റില്ല. മനുഷ്യൻ്റെ മനസ്സ് കുരങ്ങനെ പോലെ എന്നല്ലേ പറയണത്. എപ്പോഴും ഇങ്ങനെ ചാടിക്കൊണ്ട് നിൽക്കും. അങ്ങനെ എന്തായാലും അതും കൂടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട്. ഇത്രയും ദിവസം അതിൽ കായില്ലായിരുന്നു. ഇപ്പം അതിൽ കുഞ്ഞൻ കാകൾ വന്നു തുടങ്ങി. അപ്പോൾ ഇതാ ഈ വെട്ടിയിട്ടതെല്ലാം അവിടെ ഒരു ഒഴിഞ്ഞ പെരയിടത്തിൽ കൊണ്ടങ്ങ് ഇട്ടേക്കും. അപ്പോൾ എരിക്കിലിപ്പോൾ പൂവുണ്ട്. എന്നാലും നമ്മൾ ശനിയാഴ്ചയൊക്കെ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കണം. എല്ലാ ശനിയാഴ്ചയും ചേട്ടൻ അമ്പലത്തിൽ കൊണ്ട് കൊടുക്കും. ഇപ്പോൾ അതിൽ നിറച്ച് പൂ നിൽക്കുകയാണ്. ഇനി അങ്ങോട്ട് പൂ കുറവായിരിക്കും. ഈ എരിക്കിൻ്റെ കാര്യം അറിയാമല്ലോ, നല്ല വെയിലുണ്ടെങ്കിൽ മാത്രമേ അത് നിറച്ച് പൂക്കോളൂ. ഇല്ലെങ്കിൽ പൂ കുറവായിരിക്കും. പിന്നെ ഭയങ്കര ഔഷധമാണല്ലോ എരിക്ക്.
എരിക്കിൻ്റെ കാര്യത്തിൽ പറയണത് അത് സൂര്യപ്രകാശത്തിനെ മൊത്തത്തോടെ ഇങ്ങനെ ആഗിരണം ചെയ്യും, അത് വികിരണം ചെയ്യില്ല എന്നാണ് പറയണത്. അങ്ങനെ അവിടെ എല്ലാവർക്കും ഒന്ന് വെട്ടി ഒതുക്കി ആ ഒരു ജോലിയൊക്കെ കഴിഞ്ഞ് ഒന്ന് വൃത്തിയാക്കിയിട്ടുണ്ട് ആ ഭാഗങ്ങളെല്ലാം. അങ്ങനെ സന്ധ്യ ആയപ്പോഴേക്ക് വിളക്കൊക്കെ കത്തിച്ച് കഴിഞ്ഞപ്പോഴേക്ക് കേശു ഇത് പഠിച്ചിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ ഇന്ന് ആനന്ദമാണ് വിളക്കെല്ലാം കത്തിച്ചത്. അങ്ങനെ രണ്ടാളും കൂടെ കുറച്ച് സമയം അവിടെ നിന്ന് കളിച്ചോട്ടാന്ന് ചോദിച്ചു. അപ്പോൾ മഴ ആയതുകൊണ്ട് ചേട്ടൻ കാറിലാണ് പോയത്. അപ്പോൾ അവിടെ കളിക്കാനായിട്ട് കുറച്ച് സ്ഥലമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ ദോശപ്പൊടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതെല്ലാം അമ്മയുടെ ജോലിയായിരുന്നു. അപ്പോൾ എനിക്കിതിൻ്റെ കണക്കും കാര്യങ്ങളൊന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ അമ്മയോട് ചോദിച്ചിട്ട് ദോശപ്പൊടി പൊടിച്ച് വയ്ക്കാമെന്ന് വിചാരിച്ച്. ദോശപ്പൊടി ഉണ്ടെങ്കിൽ ദോശ ഉണ്ടാക്കിയാലും അപ്പം ഉണ്ടാക്കിയാലും ഇഡ്ഡലി ഉണ്ടാക്കിയാലും ഇവിടെ എല്ലാവർക്കും അത് തന്നെ മതി. കുറച്ച് വെളിച്ചെണ്ണയിൽ അങ്ങ് കുഴച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഒരു ഗ്ലാസ് ഉഴുന്നെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഉഴുന്ന് നല്ലതുപോലെ വറുത്തെടുക്കണമെന്ന് പറഞ്ഞ അമ്മ. അപ്പോൾ അത് വറുത്തെടുത്ത് അത് നല്ല പരുവായെന്ന് എങ്ങനെ അറിയാമെന്ന് വെച്ചാൽ ഉഴുന്ന് വായിലിട്ട് കടിക്കുമ്പോഴേക്ക് അതിങ്ങനെ നല്ല ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇങ്ങനെ പൊട്ടി വരും. അല്ലെങ്കിൽ നമ്മൾ അല്ലാതെ കടിക്കുമ്പോഴേക്ക് ഇതിങ്ങനെ ചതഞ്ഞ് തന്നെ ഇരിക്കുമെന്ന്. അങ്ങനെ ഞാൻ കുറേ സമയം എൻ്റെ ജോലിക്ക് ശേഷം ഇതെല്ലാം മൂപ്പിച്ചെടുത്തിട്ടുണ്ട്. ഒരു ഗ്ലാസ് ഉഴുന്ന്, ഒരു 3/4 ഗ്ലാസ് പച്ചരി, 3/4 ഗ്ലാസ് തോരൻപരിപ്പ്, കായം എണ്ണയിൽ മൂപ്പിച്ചെടുത്ത്, അതുപോലെ തന്നെ വറ്റൽമുളക് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് ഞാൻ റെഡിയാക്കി എടുത്തത്. ഇനി അതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ ഉപ്പും കൂടെ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. നല്ലതുപോലെ പൊടിച്ചെടുത്താൽ നമ്മൾ ദോശപ്പൊടി റെഡിയായി. ഇനി ദോശ ഉണ്ടാക്കണം. അപ്പോൾ ഞാനൊന്ന് ഊത്തപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതിനായിട്ട് ക്യാരറ്റ് സവാളയും കൂടെ ഇങ്ങനെ ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ ഒരു പച്ചമുളകും കൂടെ ചേർക്കാം. ഞാൻ പിന്നെ മോനും കൂടെ കൊടുക്കണമെന്നുള്ളതുകൊണ്ട് ഒരു പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ 2-3 ഒക്കെ ചേർക്കാം. മോനും കൂടെ കൊടുക്കുന്നതുകൊണ്ട് ഞാൻ ഒരു കുഞ്ഞ പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുള്ളൂ. ഇതിങ്ങനെ പച്ചയ്ക്കാണ് അതിൻ്റെ മീതെ ഇട്ട് കൊടുക്കുന്നത്. ചിലപ്പോൾ പച്ചയ്ക്ക് ഇടുമ്പോൾ എല്ലാവർക്കും അധികം ഇഷ്ടപ്പെടില്ല. അങ്ങനെ ഞാൻ എണ്ണയിലൊന്ന് വഴറ്റിയതിന് ശേഷമാണ് അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തത്. അങ്ങനെ അതെല്ലാം അതിൻ്റെ മുകളിലേക്കൊന്ന് വിതറിയിട്ടുണ്ട്. പിന്നെ ദോശപ്പൊടി അതിൻ്റെ മുകളിലൊന്ന് തൂവി കൊടുത്ത് അത് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യും കൂടി ഒഴിച്ച് കൊടുത്തിട്ട് നമ്മൾ സാധാരണ ദോശ ഇടും പോലെ തന്നെ ഒരു വശം വെന്തതിന് ശേഷം മറിച്ചിട്ടെടുത്താൽ നല്ല ടേസ്റ്റാണ്. നമുക്ക് വേറെ ഒരു കറിയും വേണ്ട, അത് മാത്രം കഴിക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് കറി വെച്ചും കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ദോശപ്പൊടിയാണ് കൊടുത്തത്. എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമാണ്. അനന്തുവിനാണ് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുത്താൽ കൂടുതൽ ഇഷ്ടം. അപ്പോൾ അവരങ്ങ് കഴിച്ചോളും ഈ സംഭവമൊക്കെ. കേശുവിനാണെങ്കിൽ പിന്നെ ഇതിന് കറിയൊന്നും വേണ്ട, ഇങ്ങനെ അങ്ങ് പിച്ച് കൊടുത്താൽ മോനും ഇഷ്ടമാണ്. അങ്ങനെ ഊത്തപ്പവും ദോശപ്പൊടിയും കൂടെ ആയിട്ട് എല്ലാവർക്കും കഴിക്കാനായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അമ്മയ്ക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, അമ്മ ഇപ്പോൾ ഓക്കെയാണ്. 2 മാസം കൂടെ ഇനി തുള്ളി മരുന്ന് ഒഴിക്കാനുണ്ട്. അമ്മ അടുക്കളയിൽ കയറട്ടാന്ന് ഇങ്ങനെ എന്നോട് ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ അമ്മ വേണ്ട, എന്തായാലും 1 മാസമെങ്കിലും കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് അമ്മ അടുക്കളയിൽ കയറിയാൽ മതിയെന്ന്. അമ്മയ്ക്കിപ്പോൾ വല്ല കട്ട് ചെയ്ത് തരെ അരച്ച് തരെയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്കെന്തോ ഒരു മനസ്സിനൊരു വല്ലാതെ കുറച്ചും കൂടെയൊക്കെ കഴിയട്ടെ, അത് കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്താൽ മതി എന്നാണ് ഞാൻ അമ്മയോട് പറഞ്ഞിരിക്കുന്നത്. അമ്മയ്ക്കാണെങ്കിൽ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴേക്കും ഒരു മടിയുണ്ട്. ചുമ്മാ എപ്പോഴും ഇങ്ങനെ കിടന്നും ഇപ്പോൾ TV കാണാം, TV ഒക്കെ കണ്ടിരിക്കുമ്പോൾ ഒരു മുഷി വേണം. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ അടുക്കളയിലൊക്കെ വരണുണ്ട്. ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അമ്മ ചെയ്യാനായിട്ട് ശ്രമിക്കണമുണ്ട്. അപ്പോൾ അങ്ങനെ ദോശയൊക്കെ എല്ലാവർക്കും ചുട്ടൊക്കെ കൊടുത്തിട്ട് പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി വെക്കാനായിട്ട്. അപ്പോൾ പാത്രങ്ങളും കൂടെ കഴുകി വെച്ച് അടുക്കള ഫുള്ള് ഒതുക്കിയതിന് ശേഷം എല്ലായിടവും അടിച്ച് വാരി, നമ്മൾ തൂത്ത് കളയാൻ പാടില്ലെന്ന് പറയുമല്ലോ, പുറത്തറിയാൻ പാടില്ലെന്ന് പറയും. അങ്ങനെ അടിച്ച് വാരി ചവറെല്ലാം കൊണ്ട് ഒരിടത്ത് കൂട്ടി വെക്കും. അതിനുശേഷം വിളക്കമൊക്കെ തേച്ച് വെച്ചതിന് ശേഷമാണ് ഇപ്പോൾ കിടന്നുറങ്ങണത്. എനിക്കൊരു കമൻറ്റ് വന്നതാണ്, രാവിലെ എഴുന്നേറ്റ് ഉടനെ തുറപ്പെടുക്കാനായിട്ട് നോക്കരുത്, തലേ ദിവസം തന്നെ എല്ലാം ചെയ്ത് വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ ഒന്ന് തളിച്ചതിന് ശേഷം മാത്രം വിളക്ക് കത്തിക്കണമെന്ന്. എന്തോ എനിക്കത് ഭയങ്കര ഒരു പോസിറ്റിവിറ്റി ആയിട്ട് തോന്നി. ഇപ്പം ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പോൾ എനിക്ക് ഒരുപാട് സമയവും ലാഭിക്കാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും എൻ്റെ സമയം ഒരുപാട് പോവും. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ. ഞങ്ങളുടെ വൃന്ദാവനത്തിലെ വിശേഷങ്ങൾ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളത് കാണുന്നത് FBയിലാണെങ്കിൽ എൻ്റെ പേജ് ഒന്ന് ഫോളോ ചെയ്യണമല്ല, യൂട്യൂബിലാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. പുതിയൊരു വീഡിയോയും പുതിയ വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.